ട്രംപ് ഇന്നലെ ബീബിയെ കണ്ടു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബീബി ആരാന്നറിയാമല്ലോ. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ആണ്. കണ്ടത് ട്രംപാണ്, ബിഡലിൻ്റെ ട്രംപ്. ട്രംപ് കാണാൻ പോകുന്നതിന് മുമ്പും കണ്ടതിന് ശേഷവും ഒക്കെ പറഞ്ഞത് ഇറാൻ കാര്യമായി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, പക്ഷേ എന്ത് ചെയ്യാനൊക്കും, ബീബി വല്ലാണ്ട് ശല്യം ചെയ്യുകയാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ മക്കളുടെ കുസൃതികളെക്കുറിച്ച് പറയുമല്ലോ. അവനങ്ങ് നിർബന്ധിക്കുന്നു, അവളങ്ങ് നിർബന്ധിക്കുന്നു, ഡിന്നർ കഴിക്കാമെന്ന് നിർബന്ധിക്കുന്നു, സിനിമയ്ക്ക് പോകാൻ നിർബന്ധിക്കുന്നു, ടൂറിന് പോകാൻ നിർബന്ധിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പോസിറ്റീവ് വൈബാണ്. എന്നാൽ ഇവിടെ ട്രംപ് പറയുന്നത് അങ്ങനെയല്ല. ബീബി എന്നെ വല്ലാണ്ട് നിർബന്ധിക്കുന്നു. എന്തിനാണ് ബീബി നിർബന്ധിക്കുന്നത്? ലോകത്തെ മുഴുവൻ തകർക്കാൻ, എല്ലാവരെയും പ്രതിസന്ധിയിലാക്കാൻ, എല്ലാവർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ. എത്രമേൽ രൂക്ഷമാണ് ഈ യുദ്ധമുണ്ടാക്കുന്ന കെടുതിയെന്ന് ഒരു സാമാന്യേന ജനങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ചെറുകിട കടക്കാരനോ അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരനോ കൂലിപ്പണിക്ക് പോകുന്ന ആളോ അത്രമേൽ അറിയണമെന്നില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലകളൊക്കെ തകർന്ന് തരിപ്പണമായി. പണ്ട് 70 ടണ്ണ് 40 ടണ്ണൊക്കെ ഇമ്പോർട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 7 കിലോ ഒക്കെയാണ് ഇമ്പോർട്ട് കാർഗോ ആയിട്ട് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതെത്രത്തോളം കെടുതികൾ ഉണ്ടാക്കുന്നു. അത് ചെയ്യുന്നതെല്ലാം ബീബി ആണെന്നാണ് പറയുന്നത്. ബീബി ചെയ്ത് എന്താ സംഭവിക്കുന്നത്? ഹോർമിസിൽ 3 കപ്പലുകൾക്ക് നേരെ ഇന്നലെ ആക്രമണം നടത്തി IRGC. അതുപോലെ തന്നെ ഇറാഖിലെ ചില താവളങ്ങൾക്ക് നേരെ സൗദി അറേബ്യയും അമേരിക്കയും ആക്രമണം നടത്തിയെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ആക്രമണം തുടരുമ്പോൾ ഈ ബീബിയുടെ കളിക്കെല്ലാം കൂട്ടുനിൽക്കുന്ന ട്രംപ് ചെയ്യുന്നത് ലോകത്തെ മുഴുവൻ കെടുതിയിലാക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 നേതാക്കൾ, ഒരാളിൻ്റെ ആഗ്രഹവും ഇഷ്ടവും മറ്റൊരാൾ നടത്തിക്കൊടുക്കുകയാണ്. എങ്ങനെ നടത്തിക്കൊടുക്കുന്നത്? ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കി, ലോകത്തെ മുഴുവൻ നശിപ്പിച്ച്, രാജ്യങ്ങളെ കെടുതിയിലാക്കി. മിഡിൽ ഈസ്റ്റിലൊക്കെ എത്ര ദുരന്തപൂർണ്ണമാണ് സാഹചര്യം എന്നറിയുമോ? എത്ര ദുരന്തപൂർണ്ണമാണ്. ഈ ഓണത്തിന് പണ്ടത്തെ പോലെ ഒരു നിറമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും പ്രതിസന്ധിയാണ്. കേരളത്തിൽ പോലും സാമ്പത്തിക രംഗം വലിയ പ്രതിസന്ധിയിലാണ്. ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻറ്റബിലിറ്റിയിൽ മാത്രം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എല്ലാ സെഗ്മെൻറ്റും ഒരു തരത്തിലല്ലെങ്കിൽ പലതരത്തിൽ. ഒന്നാലോചിച്ച് നോക്കണം, ലോകത്തെ ഒരു രാജ്യത്തെ ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. അപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന ഈ യുദ്ധമുണ്ടാക്കുന്ന ഡാമേജ് എത്രത്തോളമാണ് എല്ലാ മേഖലകളിലും. ഏതായാലും ബീബി കുസൃതി ആവശ്യപ്പെടുമ്പോൾ, ട്രംപിന് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ലോകം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വല്ലാത്തൊരു ദുരന്തമാണ്. ഈ IRGCയും സൗദി അറേബ്യയും ഹൂത്തികളും ഇവരെല്ലാവരും കൂടി ചേർന്ന് സാമാന്യേന സാധാരണ മനുഷ്യരെ കെടുതിയിലാക്കുകയാണ്. ബീബിക്ക് തിരഞ്ഞെടുപ്പുണ്ട് ഒക്ടോബറിൽ, ട്രംപിനും തിരഞ്ഞെടുപ്പുണ്ട് ഈ ഇയർ എൻഡിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് 2 പേർക്കും അതുവരെ യുദ്ധം വേണം. തോൽക്കുന്ന ഒരു സമാധാനം, കാരണം സ്വന്തമായി ചെയ്യുന്നത് അനീതിയും അധാർമികതയും ആയതുകൊണ്ട് സമാധാനം ഉണ്ടാകാൻ തോറ്റേ പറ്റൂ. പക്ഷേ തോൽക്കാൻ അവർക്ക് കഴിയില്ല. വേറൊന്നിനും വേണ്ടിയല്ല, അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. അത്രയേ ഉള്ളൂ.